മുജിരിപ്പട്ടണം അഥവാ മുസിരിസ്. പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലിയ തുറമുഖം. അതിവിദൂര ദേശങ്ങളിൽ നിന്നും കപ്പലുകളും കൂറ്റൻ പത്തേമാരികളും ഇടതടവില്ലാതെ വന്നുപോയിക്കൊണ്ടിരുന്ന മഹാ തുറമുഖ നഗരം. 3000 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടുചെല്ലുന്ന വാണിജ്യ സംസ്കൃതിയുടെ കൊടുക്കൽ വാങ്ങലുകളുടെ സിരാകേന്ദ്രം. പല വ്യഞ്ജനങ്ങളുടെ, പ്രധാനമായും കുരുമുളകിന്റെ കുത്തകാവകാശം മുസിരിസിനെ ലോകപ്രശസ്തമാക്കി. എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ എക്കൽ പ്രദേശത്ത് പറവൂർ, കൊടുങ്ങല്ലൂർ നഗരങ്ങൾക്കിടയിലുള്ള പട്ടണം എന്ന കൊച്ചുഗ്രാമം ചരിത്രപണ്ഡിതന്മാർക്ക് വിസ്മയമുണർത്തുന്ന ഒരിടമായത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു. മുസിരിസ് പട്ടണത്തിന്റെ പൈതൃകത്തിലേക്കുള്ള അന്വേഷണം യഥാർത്ഥത്തിൽ ചിറ്റാറ്റുകര പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ പ്രാദേശിക ചരിത്ര നിർമ്മാണത്തിന് വേണ്ടി അതാത് പ്രദേശങ്ങളിലുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സമിതികൾ നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എക്സ്കവേഷൻ നടത്തിയ സ്ഥലത്ത് പലതരം മുത്തുകൾ, പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള മുത്തുകൾ കുട്ടികൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇത്രമാത്രം മുത്തുകൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക പ്രദേശത്ത് വരുന്നത് എന്ന് പറയുന്ന ഒരു അന്വേഷണം അവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ അന്വേഷണമാണ് ഇത്തരത്തിലുള്ള ഒരു എക്സ്കവേഷനിലേക്ക് അതിനെ കൊണ്ടുപോവുകയും അത്തരത്തിൽ ചരിത്രത്തിന്റെ വലിയൊരു സാധ്യത കണ്ടെത്തുകയും ചെയ്തു. 2007 കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പട്ടണം ഗവേഷണ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. കേരള ചരിത്രത്തെ സംബന്ധിക്കുന്ന ധാരണകൾ അപ്പാടെ മാറ്റിമറിക്കുന്ന തെളിവുകളാണ് ഇവിടെ നിന്നും ലഭിച്ചത്. പട്ടണം പ്രദേശത്തു നിന്നും കണ്ടെടുത്ത പുരാവസ്തുക്കൾ മുസിരിസിനെക്കുറിച്ചുള്ള ഒരു പുനർവായനയ്ക്ക് തുടക്കമിടുകയാണ്. പട്ടണം പുരാവസ്തു ഗവേഷണം കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. പുരാവസ്തു തെളിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ അവരുടെ ജീവിതകാലത്ത് ഉപയോഗിക്കുകയും മറ്റ് പല കാരണങ്ങളാൽ അവശേഷിക്കുകയും അത് പട്ടണ പ്രദേശത്തിൻ്റെ മണ്ണിനടിയിൽ ട്രാപ്റ്റാകുകയും ചെയ്ത പുരാവസ്തുക്കളാണ്. നമ്മളുടെ പൂർവികർക്ക് 1000 BC ചുറ്റുവട്ടത്തിലാണ് ഇവിടെ ജീവിതം ആരംഭിക്കുന്നത്. അത് പുരാവസ്തുപരമായി പറഞ്ഞാൽ ഇരുമ്പ് യുഗ കാലഘട്ടമാണ്. അവർക്കിടയിലേക്ക് കച്ചവട ബന്ധങ്ങൾ കടന്നു വരുന്നതായിട്ടുള്ള തെളിവുകൾ കാണാം. ഈ പ്രദേശത്ത് ലഭിക്കാത്ത തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ കണ്ടു തുടങ്ങുന്നു എന്നതാണ് കച്ചവടം നാമ്പിടുന്നതിൻ്റെ ലക്ഷണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കുറെ കൂടി കഴിയുമ്പോൾ അതിനേതൊക്കെയോ രീതിയിലുള്ള ക്ഷതം അല്ലെങ്കിൽ ആ കച്ചവടം കുറയുന്നതായും ഇവിടെ ജനവാസം തീരെ ഇല്ലാതായി പോയോ എന്ന് സംശയിക്കുന്ന രീതിയിൽ തെളിവുകളുടെ അഭാവവും കാണും. 1341 പെരിയാറ്റിലുണ്ടായ മഹാപ്രളയം ചരിത്രം ബാക്കിവെച്ച സർവ്വസൂചനകളും മണ്ണിനടിയിലാക്കി. മുജിരിപ്പട്ടണത്തിന്റെ കപ്പൽചാലുകളിൽ അങ്ങനെ മണ്ണടിഞ്ഞു. മഹോദയപുരം എന്ന കൊടുങ്ങല്ലൂർ മരവിപ്പിലായി. നനവു പടർന്നു കുതിർന്ന ഭൂപടങ്ങളിൽ അക്ഷാംശങ്ങളുടെയും രേഖാംശങ്ങളുടെയും കെട്ടുകൾ പൊട്ടിച്ച് പുതിയ സ്ഥലരാശികൾ രൂപം കൊണ്ടു. മുജിരിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് മാറി ചെറിയൊരഴിമുഖം തുറന്നുവന്നു കൊച്ചഴി. തുടർന്ന് കപ്പലുകൾ കൊച്ചഴിയിലേക്ക് അടുക്കാൻ തുടങ്ങി. ആ കൊച്ചഴി പിന്നീട് കൊച്ചിയായി വളർന്നു. മുജിരിപ്പട്ടണം തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. 31 രാജ്യങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ പട്ടണം പ്രദേശത്തുനിന്ന് ലഭിക്കുകയുണ്ടായി. പട്ടണത്തിൽ നിന്ന് ലഭ്യമായ പല പുരാവസ്തുക്കളും കാഴ്ചയിൽ നിസ്സാരമെന്ന് തോന്നിയേക്കാം. പക്ഷേ അവയ്ക്ക് വിലമതിക്കാനാവാത്ത ചരിത്ര സാംസ്കാരിക മൂല്യമാണുള്ളത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ ഈ പ്രദേശത്ത് ജീവിച്ചതിന്റെ സ്വയം സംസാരിക്കുന്ന തെളിവുകളാണിവ. പുരാവസ്തുക്കളിൽ വലിയൊരു പങ്ക് മൺപാത്ര കഷ്ണങ്ങളാണ്. കൂടാതെ ഗ്ലാസ് കൊണ്ടും വർണ്ണക്കല്ലുകൾ കൊണ്ടുമുണ്ടാക്കിയ മുത്തുകൾ, പലയിനം ലോഹവസ്തുക്കൾ, ദേശീയ നാണയങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, ഭൗമാവശിഷ്ടങ്ങൾ, സസ്യജന്തു ജൈവാവശിഷ്ടങ്ങൾ എന്നിവയും ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. മുസിരിസ് എന്ന തുറമുഖവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്കാരങ്ങളും ഇവിടെ ഇഴചേർന്നു.
ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ മസ്ജിദ്, ആദ്യകാല ക്രിസ്ത്യൻ പള്ളികൾ, ജൂത സിനഗോഗ് എന്നിവയും ഈ പ്രദേശത്താണ്. ഒരു ചരിത്രത്തെ ഉണർത്താൻ, വീണ്ടെടുക്കാൻ നടക്കുന്ന മഹായജ്ഞം ഇതിനകം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഡർഹം യൂണിവേഴ്സിറ്റി, ബ്രിട്ടീഷ് മ്യൂസിയം, സെന്റ് ലോറൻസ് യൂണിവേഴ്സിറ്റി, ലീഡ്സ് യൂണിവേഴ്സിറ്റി തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ പട്ടണം ഉത്ഖനനത്തിലും അനന്തര പഠനങ്ങളിലും പങ്കാളികളായി. മുജിരി എന്ന മുസിരിസിന്റെ സാഹിത്യ പുനഃസൃഷ്ടിയാണ് സേതുവിന്റെ മറുപിറവി. ചരിത്രവും ഭാവനയും ഇടകലർന്ന ഈ കൃതി ഈ ഗണത്തിലെ പ്രഥമവും ശ്രദ്ധേയവുമായ സംഭാവനയാണ്. മുസിരിസുമായി ബന്ധപ്പെടുത്തി മുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ട് എന്ന പേരിൽ വിപുലമായ ഒരു ടൂറിസം പദ്ധതി കൂടി ഇവിടെ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു പൈതൃക ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൂറിസം സർക്യൂട്ട് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരികയാണ്. അപ്പോൾ ഈ പദ്ധതിക്കുള്ള ഒരു പ്രത്യേകത, നമുക്ക് ഒരു ലോക്കൽ ഇൻവോൾവ്മെന്റ്, ആ പ്രാദേശിക ജനപദങ്ങൾക്ക് വലിയ പങ്കാളിത്തം കൊടുക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുക, അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കുക തുടങ്ങിയ. ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു വർഷം 2 ലക്ഷത്തോളം ടൂറിസ്റ്റുകളെയാണ് ആദ്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊട്ടയിൽ കോവിലത്തെ ജൂത സിനഗോഗ്, ചേന്നമംഗലത്തെ ഡച്ച് കൊട്ടാരം, പാലിയം നാലുകെട്ട് തറവാട്, അതുപോലെ പറവൂരിലെ വളരെ അധികം വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട സിനഗോഗ്, ഈ 4 സ്ഥലങ്ങളിലാണ് ആദ്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയങ്ങൾ വരുന്നത്. അതിന്റെ പണികളെല്ലാം പൂർത്തിയായി. ഈ 1ാം ഘട്ടം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. ഇപ്പോൾ ഗോതുരത്തിലെ ചൗട്ടുനാവക സെന്റർ, അതുപോലെ കേസരി, പറവൂരിലെ കേസരി സ്മാരകം തുടങ്ങിയ നിരവധി പദ്ധതികൾ, പൈപ്പിൻകോട്ട സെമിനാരിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ, കണ്ണംകുളങ്ങരയിലെ വിസിറ്റേഷൻ സെന്റർ, അതുപോലെ ലൈബ്രറി, റീഡിംഗ് റൂം തുടങ്ങിയ പദ്ധതികളിലെ കൂടി പ്രവർത്തനം പോവുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ പട്ടണത്ത് KCHRന്റെ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്ററി റിസർച്ചിന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന പുരാവസ്തുക്കൾ വിശകലനം ചെയ്ത് ഈ പൗരാണിക തുറമുഖത്തിന്റെ ഭൂതകാലം പുനഃസൃഷ്ടിക്കാനും അതിന്റെ സാംസ്കാരിക കാലക്രമം തിട്ടപ്പെടുത്താനുമുള്ള പരിശ്രമം നടന്നുവരികയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന സ്ട്രക്ചേഴ്സ്, കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, ക്രമീകൃതമായിട്ടുള്ള ജീവിതം സൃഷ്ടിക്കാൻ അവർക്ക് ഹെൽപ്പുണ്ടായിരുന്നു എന്ന്, പ്രൈവസിയെ മാനിക്കുന്ന. ഉദാഹരണത്തിന് ഇന്ന് ഇക്കോ ഫ്രണ്ട്ലി എന്ന് പറയാവുന്ന ടോയ്ലറ്റ് ഫീച്ചർ 2000 വർഷം മുമ്പുണ്ടായി. ഓടൊക്കെ കൊളോണിയൽ കാലത്ത് സായിപ്പ് കൊണ്ടുവന്നെന്ന് ധരിച്ചിരുന്ന എന്നെ പോലുള്ളവർക്ക് 2000 വർഷം മുമ്പ് ഇവിടെ ഓടും നല്ല വെന്ത ഇഷ്ടികയിൽ നിർമ്മിച്ച വീടുകളും ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും അമ്പരപ്പിക്കുന്ന സംഗതിയാണ്. മുസിരിസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും വാദപ്രതിവാദങ്ങളും ഉയർന്നുവരുന്നുണ്ട്. ശരിക്കും നടത്തണമെങ്കിൽ ASIക്കാരെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ് ചെയ്തത്. ഇവരത് ചെയ്തില്ല. ഇനിയും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവർ പട്ടണം എക്സ്കവേഷൻസ് എന്ന് പറയേണ്ടതിന് പകരം മുസിരിസ് എക്സ്കവേഷൻസ് എന്ന് പറഞ്ഞ് പരത്താൻ തുടങ്ങിയത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇനി സാധ്യതയുള്ളത് അവിടെ മാരിടൈം എക്സ്പ്ലോറേഷൻ ഗോവയിലൊക്കെ നടത്തിയിട്ടുണ്ട്, ദ്വാരകയിൽ നടത്തിയിട്ടുണ്ട്, ചെന്നൈയിൽ നടത്തിയിട്ടുണ്ട്. അതുമാതിരി ഒന്ന് നടത്തുകയും വലുതായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞുണ്ടാക്കിയിട്ട് അത് ടൂറിസം താല്പര്യം രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളെ ചീഫ് കൺസൾട്ടൻ്റാക്കി വെച്ചിട്ട് അങ്ങനെ നടത്തുകയല്ല വേണ്ടത്. രാജ്യത്തിൻ്റെ താല്പര്യം, സത്യത്തിൻ്റെ താല്പര്യം, ഗവേഷണത്തിൻ്റെ താല്പര്യം വെച്ചിട്ട് ഇത് വീണ്ടും സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടണം പ്രദേശത്തു നിന്നും 2000 വർഷം പഴക്കമുള്ള വഞ്ചി കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഇത് കാര്യക്ഷമമായി സംരക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ വീണ്ടും മണ്ണിൽ മൂടപ്പെട്ടു. ആദ്യകാല സംഘസാഹിത്യകൃതികളിലെ മുജിരി എന്ന സ്ഥലനാമം കൊടുങ്ങല്ലൂരിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഭാഷാ പണ്ഡിതർ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് അവഗണിക്കാവുന്നതല്ല. കേരള ചരിത്ര സംരചനയിൽ സഹായകമാവുന്ന പുനർജനിയുടെ ശ്വാസങ്ങൾ എണ്ണിപ്പിടിക്കാൻ കരുത്തുള്ള പുതിയ തെളിവുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.
കാലപ്രവാഹത്തിൽ മൺമറഞ്ഞുപോയ ഒരു മഹാസംസ്കൃതിയുടെ വേരുകൾ തേടുന്ന മഹായജ്ഞം രാഷ്ട്രീയ പ്രാദേശിക സങ്കുചിതത്വങ്ങളുടെ ഇരയാകാതിരിക്കട്ടെ.